സ്വന്തം ജില്ലയായ കോട്ടയത്ത് പുതിയ DCC അധ്യക്ഷൻ സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല. ഉമ്മൻചാണ്ടി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ KPCC നേതൃയോഗങ്ങൾ ചേരാനാകാത്ത അവസ്ഥയുമാണ്. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിച്ചതിന് ശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നാൽ മതിയെന്നാണ് തീരുമാനം. ഉമ്മൻചാണ്ടിയില്ലാതെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത് ഉചിതമാകില്ലെന്ന് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ KPCC അധ്യക്ഷനെ അറിയിച്ചു. അതേസമയം DCC അധ്യക്ഷന്മാരെ നിയമിച്ചതിൽ ഐ ഗ്രൂപ്പിന്റെ അപ്രമാദിത്വമാണെന്ന MM ഹസന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ മുരളീധരൻ രംഗത്തെത്തി. ഒരു വിഭാഗത്തിന് മുറിവേറ്റു എന്ന വാദം ശരിയല്ലെന്നായിരുന്നു മുരളീധരന്റെ തിരിച്ചടി. സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരെ ഒരിക്കലും നമുക്ക് സൈഡ് ലൈൻ ചെയ്യാൻ സാധ്യമല്ല. ഉമ്മൻചാണ്ടിയെ പോലത്തെ നേതാക്കളെന്ന് മാറ്റി നിർത്തി കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. DCC അധ്യക്ഷന്മാരുടെ നിയമനത്തിൽ ഉമ്മൻചാണ്ടിക്ക് പരാതിയില്ലെന്നായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് VD സതീശന്റെ പ്രതികരണം. മാധ്യമങ്ങളിൽ വരുന്ന പരാതിയല്ലാതെ അദ്ദേഹത്തിന് ഒരു പരാതിയുള്ളതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഒരു മാധ്യമത്തോടും പരാതി പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല. VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചതിന് ശേഷം ഈ മാസം തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനാണ് ആലോചന. പരാതിയുമായി വീണ്ടും ഹൈക്കമാൻഡിനെ സമീപിക്കാനോ പാർട്ടിക്കുള്ളിൽ കലഹിക്കാനോ A ഗ്രൂപ്പിന് ഉദ്ദേശമില്ല. പക്ഷേ ഐ ഗ്രൂപ്പുമായി യോജിച്ചുള്ള നീക്കങ്ങൾ ഇനി വേണ്ടെന്നാണ് A വിഭാഗത്തിന്റെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.